എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യോഹന്നാൻ 1:4-5 വാക്യങ്ങൾ. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ അനുവാചകർക്ക് പകർന്നു കൊടുക്കുന്ന വിശേഷണമാണ് നമ്മൾ വായിച്ച് കേട്ടത്. മനുഷ്യരെ ഏറ്റവും അധികം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാവെളിച്ചം. എന്നിൽ വെളിച്ചമുണ്ടെന്നല്ല, ഞാൻ വെളിച്ചം തന്നെയാണെന്നാണ് കർത്താവ് തന്നെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് കർത്താവിനെ സമീപിച്ചവരെല്ലാം അങ്ങനെ പ്രകാശമുള്ളവരായി മാറിയതും. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, എൻകൗണ്ടറിനെ കുറിച്ചും യോഹന്നാൻ അതിൽ പറയാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഇരുട്ട് എന്താണ്? ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അഭാവം മാത്രമാണ്. അല്ലാതെ ഇരുട്ടിന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അവൻ വെളിച്ചമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല എന്ന പരമയാഥാർത്ഥ്യം യോഹന്നാൻ ത്വാത്വികമായി അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അരികിൽ നിന്ന എല്ലാവർക്കും തങ്ങളിലെ വെളിച്ചത്തിൻ്റെ കുറവ് മനസ്സിലായത്. പത്രോസ് താൻ പാപിയായ മനുഷ്യനാണെന്ന് ഏറ്റുപറഞ്ഞു, കർത്താവിൻ്റെ മുൻപിലാണ്. മത്തായി താൻ ശേഖരിച്ച പണം മേശപ്പുറത്ത് തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു. റോമാക്കാർക്ക് നൽകേണ്ട ആ പണത്തിൻ്റെ കണക്ക് പോലും അയാൾ ആരെയെങ്കിലും ഏൽപ്പിച്ചു എന്ന് സുവിശേഷം പറയുന്നില്ല. സക്കായി താൻ ചെയ്ത എല്ലാ അപരാധത്തിനും 4 മടങ്ങ് ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാമെന്ന് ഏറ്റുപറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ സമീപത്ത് വന്ന എല്ലാ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ആ ഒരു പ്രകാശത്തിൽ തങ്ങളുടെ ഇരുളിനെ തിരിച്ചറിഞ്ഞവരാണ്. പാപിയായ സ്ത്രീയെ എറിയാൻ കല്ലുകളുമായി എത്തിയ ഒരു ജനക്കൂട്ടത്തിലെ മുഴുവൻ പേരുടെയും കൈകളിൽ നിന്ന് അറിയാതെ കല്ലുകൾ താഴെ വീണതും എൻ്റെ പിഴ ചൊല്ലി ശിരസ് കുനിച്ച് മടങ്ങിപ്പോയതും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. പിന്നെ ആ പെൺകുട്ടിയെ അവനോടൊപ്പം തനിച്ചാക്കി പോകുന്നതിൽ പോലും അപാകതയും കല്ലെറിയാൻ വന്നവർക്ക് തോന്നിയില്ല. എന്നാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ കൂട്ടത്തിൽ കർത്താവിനോട് കൂടെ നിന്നിട്ടും പ്രകാശം ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ ഒരേ ഒരാൾ യൂദായാണ്. ആ ഭാഗ്യം ലഭിക്കാതെ പോയ ആൾ. സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ പത്രോസും യൂദാസും ഒരേ തെറ്റാണ് ക്രിസ്തുവിനോട് ചെയ്തത്. എന്നിട്ട് യൂദാസ് ആ ദാരുണമായ അന്ത്യത്തിലേക്ക് സ്വയം നടന്നു പോയത് അയാൾ യേശുവിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. പത്രോസിനെ പോലെ അവനും ഒറ്റിക്കൊടുക്കലിന് ശേഷം ക്രിസ്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ കണ്ണുകളിലെ സ്നേഹം അവനെ വിലക്കുമായിരുന്നു. പത്രോസിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എല്ലാറ്റിനും നന്മയിലേക്ക് ഒരാകർഷണമുണ്ട് എന്നതാണ് രണ്ടാമത് ഇവിടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മുറിക്കുള്ളിൽ ജനലിനരികെ വളരുന്ന ചെടി പ്രകാശത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് പോലെയാണത്. ഉപാധികളില്ലാതെ സ്നേഹിക്കുകയും പ്രസന്നതയോടെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സന്ദർശിക്കാനും അവരോട് സൗഹൃദം പുലർത്താനും എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ടാകും. മൃഗങ്ങളിൽ പോലും അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഒരു സാധു മനുഷ്യൻ, അതായത് ഒരു സന്യാസിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ നടന്ന് ദാഹിച്ച് വരണ്ട് മരുഭൂമിയിലൂടെ അലയുമ്പോൾ ആഴമുള്ള ഒരു കിണറിനരികെ കൈകാലുകൾക്ക് പരിക്ക് പറ്റി നടക്കാനാവാത്ത
ചോര വാർന്ന് കിടക്കുന്ന ഒരു നായയെ കണ്ടെത്തി. ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അവിടെ ബക്കറ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് തൻ്റെ ഉടുമുണ്ട് അഴിച്ച് തൊട്ടിയും കയറുമൊക്കെ ആക്കി കിണറ്റിലേക്ക് ഇറക്കിയ അത് പൊക്കിയെടുത്ത് അതിൽ നിന്ന് വെള്ളം ഇറ്റ് ആ നായ്ക്ക് കൊടുത്തു. അതിൻ്റെ മുറിവുകൾ കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം തനിക്ക് വേണ്ടി വെള്ളം ശേഖരിച്ചത്. പിന്നെ ദയയോടെ നായയെ നോക്കി അവിടെ നിന്ന് അദ്ദേഹം നടന്നുപോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാൾ വെറുതെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത ആ സാധുമൃഗം അദ്ദേഹത്തിൻ്റെ പിറകെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റബോധത്തോടെ ഓടിച്ചെന്ന് അതിനെ ചുമലിലേറ്റി അദ്ദേഹം നടന്നുപോയി എന്നാണ് കഥ. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും അങ്ങനെയാണെങ്കിൽ മനുഷ്യരിൽ ആ പ്രവണത എത്രമാത്രം ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്ര പരുക്കനായ ഒരാളും ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പൂവിനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതോടെ അയാളിൽ ഏറ്റവും മൃദുലമായ ഭാവങ്ങൾ ഉണരുന്നത് അതുകൊണ്ടാണ്. പുറമേ ഉള്ളവർ നല്ലവരല്ലാത്തത് കൊണ്ടല്ല, എന്നിൽ നന്മയുടെ കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തതിന് പിന്നിൽ എന്ന് ഖേദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ ഉള്ളിൽ വറ്റാത്ത നന്മയും പ്രകാശവും ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും. അങ്ങനെ പ്രകാശമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന സ്വതസിദ്ധമായ നന്മകൾക്കായി സ്തോത്രം. അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ, മറ്റുള്ളവരിലേക്ക് അത് പരത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത നന്മയിൽ സന്തോഷിപ്പാനും കൂടുതൽ അനുഗ്രഹത്തോടെ ജീവിപ്പാനും സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.